ഹായ്, നമസ്കാരം. തുളസീദളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വരകൾ കൊണ്ട് മാന്ത്രികം തീർക്കുന്ന ഒരു കലാകാരനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വി കൊച്ചുകുഞ്ഞ് എന്ന കലാകാരനെ നമുക്ക് പരിചയപ്പെടാം. നമസ്തേ മാഷെ. കുറച്ച് ചുരുങ്ങിയ വാക്കുകളാല് മാഷിന്റെ ഒരു ബാല്യകാലത്തെ കുറിച്ച് കുറച്ചൊന്ന് പറയാമോ? എൻ്റെ വീട് പന്ത്രണ്ടൂർ പടിഞ്ഞാറ് അതിനാണ് ഈ ഫ്ലാറ്റിൻ്റെ തെക്കുഭാഗത്ത് ഫ്ലാറ്റൂർ എന്ന ദേശത്താണ്. ഇപ്പോഴേ 90 വയസ്സുണ്ട് എനിക്ക്. ഞാൻ ജനിച്ച കാലത്ത് അന്ന് ജാതിയും മതവും അതിലൊക്കെ ഉണ്ടായിരുന്നേ. പുറത്ത് 1ാം ക്ലാസ്സിൽ പോയപ്പോൾ അന്ന് മുതൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് കേസി ജോൺ എന്ന പേരുള്ള ഒരു വലിയ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേ 1ഉം 2ഉം 3ഉം ഈ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ സ്കൂളിൽ വിട്ട പിള്ളേരെല്ലാം അവരവരുടെ വീട്ടിലോട്ട് പോകും. ഞാൻ സാർ കണ്ടുകൊണ്ട് പോകും. ആർട്ടിസ്റ്റാണ് എടുത്തു പോയിട്ട് സന്ധ്യ വരെ അവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ പഠിക്കും. അങ്ങനെ ഞാൻ 10-15 വയസ്സായപ്പോൾ ഒരാളെങ്കിൽ ഞാൻ ആർട്ടിസ്റ്റ് ആയി. അന്ന് മുതൽ ഈ ഓയിൽപെൻറ്റും സ്റ്റമ്പിങ്ങും പിന്നെ ഫോട്ടോ വരപ്പ്, നാടകം എഴുത്ത്, പാട്ട് പാടല്, സിനിമ എന്ന് വേണ്ട നമുക്കില്ലാത്ത ഒരു പാട്ടില്ല. അങ്ങനെ ഞാൻ പഠിച്ചു വന്ന് 28ാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടി. 28ാമത്തെ പെണ്ണ് കിട്ടിയപ്പോഴേ താമസം മാറാത്ത വന്നു. അമ്മയുടെ പേര് മാല, അച്ഛൻ്റെ പേര് വലിയ സ്വത്തൊന്നുമില്ല, സാധാരണ സ്വത്ത്. എന്നുവെച്ചാൽ കൂലിപ്പണിയിൽ കൂടെ കിട്ടുന്ന കാശുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ആർട്ടെന്നുള്ളൊരു ഭാഗ്യം നമുക്ക് ദൈവഭാഗത്ത് നിന്ന് കിട്ടിയതുകൊണ്ട് കൊച്ചിലെയും അവരുടെ ആർട്ട് പഠിക്കാനുള്ളൊരു ഭാഗ്യവും ഉണ്ടായതുകൊണ്ട് ആർട്ട് പഠിച്ച് ഇന്ന് വരെ ജീവിക്കുന്നു. ബാക്കി എന്താ കേൾക്കേണ്ടത്? മാഷ് ചിത്രകല പഠിച്ചത് എവിടാണ്? അപ്പൊ ആ പഠിച്ചത് സംബന്ധമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറയുന്നു. ആദ്യം ഞാൻ പഠിച്ചത് ആർട്ടിസ്റ്റ് കേസി ജോൺ. അതിനാണ് പാർട്ടിന്റെ പടിഞ്ഞാറപ്പുറത്താണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹവും ഞാനും അയൽവാസി ആയതുകൊണ്ട് രാപകരില്ലാത്തതാണ് അദ്ദേഹവും ഞാനൊരു ബന്ധമുണ്ട്. 3 വർഷം ഞാൻ അദ്ദേഹത്തെ കൂടെ പഠിച്ചു. ഈ പഠിച്ച ശേഷം അദ്ദേഹം തമിഴ്നാട്ടിൽ പോയപ്പോഴും ചാമക്കാവ് അമ്പലം ഉണ്ടല്ലോ, അറിയാമല്ലോ. ചാമക്കാവ് അമ്പലത്തിന്റെ പരിചയപ്പെട്ട് ഇദ്ദേഹത്തിന് എപ്പോഴത്തെന്ന് പറയും. അവിടെ കുട്ടിസാറിന്റെ കൂടെ ഞാൻ 1 വർഷം പഠിച്ചു. അതിന് മാതൃക ബേസിക് സ്കൂളിൽ വന്നിട്ട് 3 വർഷം പഠിച്ചു. അങ്ങനെ എനിക്ക് മൊത്തമായിട്ട് 5-6 വർഷത്തെ പഠിത്തം ആസ്തമായിട്ടുണ്ട്. പിന്നെ പഠിച്ചിരുന്ന കാലത്ത് ഇന്നത്തെ പഠിത്തം പോലെ അല്ലാത്ത വിട്ടുവീഴ്ചയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന, നമ്മൾ വരയ്ക്കുന്ന, നമ്മൾ കാണുന്ന ഫോട്ടോയുടെ ഛായ അതേ പടി വന്നില്ലെങ്കിൽ അന്ന് തട്ടി വായിക്കും. അറിയില്ല, സാറിയില്ല. ഇന്നാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. ഇനി എന്നെ ആർട്ട് പഠിക്കുന്നില്ലല്ലോ, എനിക്ക് വരുന്നില്ലല്ലോ. ഒരിക്കൽ സാർ എന്നോട് പറഞ്ഞു, അതാ കേസി ജോണ്, ഈ ശംഭുവർക്ക് ചെയ്തിട്ട് വരാൻ ഞാൻ പറഞ്ഞു. ഒരു ഫോട്ടോ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. വന്നപ്പോഴത്തേക്ക് ഞാൻ മറ്റെല്ലാവരും ചെയ്തതിനേക്കാൾ ഭംഗിയായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഫോട്ടോ പഠിച്ച ഞാൻ സാറിനെ കൊണ്ട് കണ്ടപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങളുടെ ആ വാർത്തക കൊഴുത്തായോ? ഞാൻ ചോദിച്ചത്, ഞാൻ ഓർത്തു കച്ച് വായിക്കാനോ നെറ്റ് വായിക്കാനോ ആ സാറാണ് കേട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊഴുത്തായി എന്ന് പറഞ്ഞു. ഈ ജോലി ഭംഗിയായിട്ട് ചെയ്യാൻ വൈകിട്ടില്ലെങ്കിൽ അതാണ് നല്ലത്. ഏതാണ് നല്ലത്? കൊഴുത്ത്. അപ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള നിന്നാവാക്കുകളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് പിന്നെ ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർട്ട് വർക്കല്ലാതെ 3ാമത്തെ വയസ്സ് മുതൽ ഇപ്പൊ 90 വയസ്സോടെ എനിക്ക് ഇപ്പൊ വരെ ഈ കൈ കൊണ്ട് ആർട്ട് വർക്കല്ലാതെ ബ്രഷല്ലാതെ പെയിന്റ് അല്ലാതെ മറ്റൊരു ജോലിയും ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല. അതിനായിട്ട് ആ ഗുണമൊന്നും എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ മോനും 2ാമത്തെ മോനും പെണ്ണ് കെട്ടിയ ശേഷം ഞങ്ങൾ തങ്ങളിലുള്ള ജീവിതത്തിന്റെ പ്രയാസമുണ്ട്. അപ്പോൾ അവരെന്നെ അവിടെ നാട് കടത്തും, കടമെടുത്തും. അല്ല ഞാൻ പകർത്തും. അപ്പൊ അങ്ങനെ
ഞാൻ വാടകയ്ക്ക് മാറിയിട്ട് 29 വർഷമായിപ്പോഴേ. ഈ 29 വർഷത്തിനകം 1 സെന്റ് വസ്തു വാങ്ങിക്കാൻ ഇന്ന് വരെ ഒത്തിട്ടില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ദൈവത്തിന്റെ ഭാഗത്തുനിന്നും കാശുള്ളവന്റെ ഭാഗത്തുനിന്നും കൂട്ടുകാരുടെ ഭാഗത്തുനിന്നും ഒരു ഭാഗത്തുനിന്നും എനിക്ക് അഞ്ച് പറയാൻ ഒരിടം കിട്ടാനുള്ള സാധ്യത ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനി 90 വയസ്സായില്ലേ, ഇനിയിപ്പോ എന്നാ കിട്ടുന്നത്? ഇനി കിട്ടി കൊള്ളാൻ ആ ഒരു പ്രാർത്ഥന ദൈവത്തോണ്ട്. ഇത് മാഷ് സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്റ്റമ്പിംഗ് വർക്കിന്റെ ഒരു ആർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ഇതിനെ കുറിച്ച് നമുക്ക് മാഷിനോട് ചോദിക്കാം. ആർട്ട് വർക്കിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വർക്കാണിത്. ആർട്ട് വർക്കിൽ വെച്ച് ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ ഒരു വർക്കാണിത്. ആർട്ട് വർക്കിന് പോയിരിപ്പറ്റാണെങ്കിൽ 1 മാസം 2 മാസം 1.5 മാസം 2 ആഴ്ച 1 ആഴ്ചയൊക്കെ ഉണ്ട്. ഇല്ലാതെ ഇതിന്റെ ഒന്നും ഒക്കത്തില്ല. ഇത് നമുക്ക് കൂടിയാൽ ഒരു 3 ദിവസം 4 ദിവസം ഈ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്. ചമ്പിങ് ഇന്നുള്ള ആർട്ടിസ്റ്റന്മാർക്ക് ആർക്കും ഈ വർക്ക് അറിയത്തില്ല. ഈ വർക്ക് ഇന്നും ചെയ്യാനുള്ള ഈസിയായിട്ട് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. അതാണ് നിലവില് ചിത്രകല പഠിക്കണം എന്ന ഒരു ആഗ്രഹമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ മാഷിന് അവരെ പഠിപ്പിക്കാൻ സാധിക്കുമോ? സാധിക്കും. പഠിക്കുന്നുണ്ട്. ഉണ്ട്. വർഷങ്ങളായിട്ട് പിള്ളേർ പഠിക്കുന്നുണ്ട്. ഇതുവരെ ഒന്ന് പഠിക്കുന്നുണ്ട്. ഇന്നും ആർട്ട് പഠിക്കാൻ തോന്നിയെന്ന് വിചാരിച്ച ആർട്ട് പഠിച്ചിട്ടാ. ജന്മസിദ്ധമായ ആർട്ട് ഉണ്ടെങ്കിലേ ആർട്ട് പഠിച്ചുണ്ട്. അങ്ങനെ ആർട്ട് ഉള്ളവർക്ക് എവിടെ വരാം, പഠിക്കാം. എത്ര വർഷമായിട്ട് മാഷ് ഇങ്ങനെ ആർട്ട് കല പഠിപ്പിക്കുന്നുണ്ട്? ഞാനൊരു നോക്കിയാൽ ഒരു 10-30 വർഷത്തിന് മുൻപ് ആർട്ട് പഠിപ്പിക്കാൻ കഴിയാറ് പഠിപ്പിക്കുന്നുണ്ട്. പഠിച്ച കുട്ടികളൊക്കെ മാഷിനെ കാണാൻ വരാറുണ്ട്. പല കുട്ടികളും എന്നേക്കാൾ മുൻപിൽ വന്നിട്ടുണ്ട്. ആർട്ടിന് ഞാൻ ചെയ്യുന്നേക്കാൾ ഒരു ഭാഗം കൂടെ മുന്നേറി ചെയ്യുന്ന പിള്ളേർ ഇതുകൊണ്ട്. പിള്ളേരല്ല, ആർട്ട് വർക്ക് ചെയ്ത് ജീവിക്കുന്ന പിള്ളേരുണ്ട്. അങ്ങനുണ്ട്. അതിനു വേണ്ടി ജീവിക്കണം. ഞാൻ വയസ്സെനിക്ക് 90. പക്ഷെ ആരെങ്കിലും മാഷിനെ ചിത്രം വരച്ച് കൊടുക്കാനായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ മാഷ് ചെയ്തു കൊടുക്കുവോ? അതാണല്ലോ ജോലി. എനിക്ക് ഞാൻ ഫോട്ടോഗ്രാഫ് തന്നെയല്ല, ശില്പവും ചെയ്യും. ഞാൻ മാവരിക്കരെ രാജകൊട്ടാരത്തിൽ രാജരാജവർമ്മയുടെ ശില്പം ചെയ്ത് ആടിപ്പുകറ്റ് ചെയ്തത് ഞാനാണ്. അന്നത്തെ മുഖ്യമന്ത്രി മന്ത്രി ഉമ്മൻചാണ്ടി ആരും ഉദ്ഘാടനമൊക്കെ അന്നിക്ക് പൊന്നാട് ഒക്കെ കിട്ടി. എന്റെ ജോലിയെ ഇതാണ്. ഓട് വരിക, ചെയ്യുക. അതെ. മാഷ് ആപ്തവാക്യങ്ങളൊക്കെ എഴുതുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് പറയാം. ആപ്തവാക്യം സാധാരണ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ചിന്തിക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ എല്ലാവരും ഉണ്ടാകുന്നത് ഒന്നാണ്. നാം ആരെന്നും നാം ആരെന്നും ജന്മം എന്തിനു വേണ്ടിയെന്നും അന്ധത വിട്ടറിഞ്ഞാൽ ശത്രുത വിട്ട് മിത്രമായി വന്നിടും ഏവരും. അപ്പൊ മനുഷ്യന്റെ ജാതിയുടെ അടിസ്ഥാനത്തിലും പാർട്ടിയുടെ അടിസ്ഥാനത്തിലും മറ്റ് പലതും മുൻപിൽ വെച്ചുകൊണ്ട് വിട്ടുപിടിച്ചല്ലാതെ കോപവും വിദ്വേഷവും ആയിട്ട് ജീവിക്കുകയാണ്. അതല്ല അർത്ഥം. നാം ആരെന്ന് ജന്മം എന്തിനു വേണ്ടിയെന്ന് നമ്മൾ ഭൂമി വന്നത് പെണ്ണ് കെട്ടാനും ജീവിക്കാനും വീട് വെക്കാനും തന്നെയല്ല. നമ്മൾ ആരാണ് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റം സംഭവിക്കും. അറിഞ്ഞ സഹായവും അളവിൽ തൃപ്തിയും ഉണ്ടായിരിക്കണം. നമ്മൾ തങ്ങളിൽ അറിഞ്ഞ സഹായം, നമ്മൾ ആരാണ് അറിഞ്ഞിട്ട് നമുക്ക് ജീവിക്കാനുള്ള എന്ത് ബാധ്യതയാണ് ആവശ്യം, ആ ബാധ്യതയ്ക്കനുസരിച്ച് നമ്മൾ സഹായിച്ചാൽ മനുഷ്യൻ എന്ത് ഒന്നാ ഇവിടെ, രണ്ടല്ല.
എൻ്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് തുടരെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം തുളസിദളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ ഇനിയും കാണുന്നത് വരെ ബൈ.